രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്റെ ദേവി, ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. എന്റെ കുഞ്ഞുങ്ങളെ നീ കാത്തോളണ എന്റെ അമ്മേ. പൂജയെ എത്രയും പെട്ടെന്ന് തിരിച്ചു തരണേ. എന്റെ ആദ്യയും പൂജയും ഒന്നിപ്പിക്കണേ. എന്റെ ദേവി, പൂജയ്ക്കൊരാബദ്ധം വരുത്തല്ലേ. എന്താ മുത്തശ്ശി? നീ എന്നോട് സത്യം ചെയ്യണം. എന്ത്? നീ പൂജയെ മാത്രമേ വിവാഹം കഴിക്കൂന്ന്. എന്താടാ മടിച്ചു നിൽക്കുന്ന? തലേക്കാവിലമ്മയുടെ തിരുനടയിൽ വെച്ച് നീ എനിക്ക് സത്യം ചെയ്തു തരണം. ഈ ജീവിതത്തിൽ നിനക്ക് പൂജ എന്ന ഒറ്റ പെണ്ണ് ഉണ്ടാവുമെന്ന്. മുത്തശ്ശി, എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ? വേണം. നീ എനിക്കിപ്പോ ഈ നിമിഷം സത്യം ചെയ്തു തരണം. സത്യം ചെയ്യേ. എന്താടാ? അവളല്ലാതെ നിന്റെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോ? എന്റെ ദേവി, എന്റെ അമ്മേ. ദേവി, ഇത് ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. നമ്മുടെ മകൾക്ക് വേണ്ടി അത്രയെങ്കിലും ഔദാര്യം ചെയ്തു കൊടുക്കാനുള്ള മനസ്സുണ്ടാവണം. ദേ, ആരും ഒന്നും അറിയാതെ ഞാൻ നോക്കിക്കോളാം. അവള് പ്രസവിച്ചോട്ടെ. ആ കുഞ്ഞിനെ നമുക്ക് അകലെ എവിടെയെങ്കിലും അനാഥാലയത്തിൽ ഏൽപ്പിക്കാം. ആദിത്യൻ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ശ്രീനിക്ക് ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും ഒരു പയ്യനെ കൊണ്ട് നമുക്ക് അവളെ വിവാഹം കഴിപ്പിക്കാം. ഞാൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലേ? ഇനി അതെല്ലാം വിവാഹം വേണ്ടെങ്കിൽ വേണ്ട. അവക്കല്ലാതെയും ഒരു ഭാവിയുണ്ടല്ലോ. പുറത്തെവിടെയെങ്കിലും പോയി അവള് പഠിക്കട്ടെ, എന്നിട്ട് അവിടെ തന്നെ ജോലിയും വാങ്ങട്ടെ. അതാകുമ്പോ എല്ലാം സുഭദ്രം. ആരും ഒന്നും അറിയില്ല. നമ്മളും നമ്മുടെ മോളും പൂർണ്ണമായും സേഫാവും. പക്ഷെ അവിടെ ഉണ്ടല്ലോ ഒരു ചെറിയ പ്രശ്നം. അനാഥാലയത്തിൽ വളരുന്ന കുഞ്ഞ് ഒരു ചോദ്യചിഹ്നമാണല്ലോ. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ നാളെ ആ കുഞ്ഞ് വളർന്നു വലുതായി അഡ്രസ്സൊക്കെ തപ്പിയെടുത്ത് അതിന്റെ അമ്മയെ തേടി വന്നാൽ കഥയ്ക്ക് പിന്നെ ഒടുക്കത്തെ ട്വിസ്റ്റ് ആവില്ലേ? വാർദ്ധക്യകാലത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് അവിചാരിതമായി ക്ഷണിക്കപ്പെടാതെ കടന്നു വരുന്ന ഒരതിഥി, നമ്മുടെ സ്വത്തുക്കൾക്കൊക്കെയും ഒരവകാശി. പൂജ വിവാഹിത അല്ലെങ്കിൽ അവൾക്ക് വൈകി വന്ന ഒരു വസന്തം. ഇനി അതല്ല, വിവാഹിതയാണെങ്കിൽ അവളുടെ കുടുംബത്തിലേക്ക് നിലയ്ക്കാത്ത കണ്ണീർ മഴ പെയ്യിക്കാൻ ഒരു സൂപ്പർ കാർമേഘം. കൊള്ളാം. എന്തുകൊണ്ടും നിന്റെ ഐഡിയ
അപാരതല്ല. ശ്രീനി ഈ പറഞ്ഞതൊക്കെ ഒരു ഭാവനയല്ലേ? അങ്ങനെ സംഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇപ്പോഴേ നമ്മൾ ഇങ്ങനെയൊക്കെ ആലോചിച്ച് കൂട്ടണോ? വേണോടി, ആലോചിച്ച് കൂട്ടണം. ഇതും ഇതിന്റെ അപ്പുറം സംഭവിക്കും. ഇത് മാത്രമല്ല, അവതാരത്തെ കാണാനും അവകാശം സ്ഥാപിക്കാനും ഒരു കടപ്പുറം മുഴുവൻ ഇളകി ഇവിടെ എത്തും. എന്റെ പാരമ്പര്യങ്ങൾക്കും വിശ്വാസങ്ങൾക്കും മേൽ കൊട്ടില് കെട്ടി ഊഞ്ഞാലാടും. എന്നെ നശിപ്പിച്ച് അടങ്ങുമല്ലേ നീ? അമ്മയ്ക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അമ്മയോട് ഞാൻ പറഞ്ഞോ ഇല്ല കഥകളും കൊണ്ട് എനിക്ക് വേണ്ടി പോയി ആ മനുഷ്യന്റെ കാല് പിടിക്കാൻ? അയാൾക്ക് വേണ്ടത് മകളുടെ പുഞ്ചിരിയല്ല, തോരാത്ത കണ്ണീരാ. അത് കാണാൻ വേണ്ടി ഏതറ്റം വരെ അയാൾ പോവും. അയാളിപ്പോ എന്റെ അച്ഛനല്ല, ശത്രുവാ, പരമ ശത്രു. അതെ, ശത്രുവാ, പരമശത്രു. ഞാൻ മാത്രമല്ല, മക്കളെ സ്നേഹിക്കുന്ന സകല മാതാപിതാക്കളും അവരുടെ ശത്രുക്കളാ. ഒരിക്കലും തിരിച്ചറിയാത്ത സ്നേഹത്തിന്റെ പേരാ ശത്രുത. ഒരു കാരണവശാലും ഈ അവസരം മിസ്സാവാൻ നമ്മൾ സമ്മതിക്കരുത്. ചിന്നപ്പള്ളിയിലാവുമ്പോ ആരും ശ്രദ്ധിക്കില്ല. ഏത് രീതിയിൽ വേണമെങ്കിലും അവനെ കൊല്ലാൻ എളുപ്പമാ. ശൂലം കുത്തി അവൻ പ്രദക്ഷിണം ചെയ്യുമ്പോ ഭക്തിയുടെ ലഹരിയിൽ ആരുടെയും ശ്രദ്ധ അങ്ങോട്ട് വരില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ശൂലം അവന്റെ കവിളിൽ മാത്രമല്ല, ചങ്കിലും കുത്തിയിറക്കണം. അതൊക്കെ റിസ്കാ. ഡോക്ടർക്ക് അവനെ കൊന്നു കിട്ടിയാ പോരെ? ഒരു തുള്ളി ചോര പൊടിയാതെ ഞാൻ അവനെ ഇല്ലാതാക്കി കാണിച്ചുതരാം. ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ട് മാസം കുറച്ചായി. ഇത്തവണെങ്കിലും ഇയാൾ അതൊന്ന് പ്രാവർത്തികമാക്കി തരണം. എന്റെ ഡോക്ടറെ, കൊല്ലേണ്ടത് കൊതുകിനെ ഉറുമ്പിനെ ഒന്നുമല്ല, ഒരു മനുഷ്യനെയാണ്. അതിന് അതിൻ്റെതായ റിസ്ക് ഉണ്ട്. ഈ പേടിയുണ്ടെങ്കിൽ പിന്നെ താനെന്തിന് ഇത് കയറി ഏൽക്കാൻ പോയത്? ആദ്യം തന്നെ നടപ്പോശീലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും ഏൽപ്പിക്കുമായിരുന്നല്ലോ. എന്നാ പിന്നെ എപ്പോഴേ അവൻ ചത്തിട്ട് ആളുകളുടെ ഓർമ്മയിൽ നിന്നോലും മാഞ്ഞാനെ. ഡോക്ടറെ, വെറുതെ നെഗറ്റീവ് പറഞ്ഞ എന്റെ കോൺഫിഡൻസ് കളയരുത് കേട്ടോ. ഡോക്ടർ എന്തുകൊണ്ടാ ഈ കേസ് എന്നെ തന്നെ ഏൽപ്പിച്ചത്? ഒരു ഈച്ചക്കുഞ്ഞു പോലും കണ്ടുപിടിക്കാതെ ഇന്ന് വരെ ഞാൻ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻസിനെ കുറിച്ച് ഡോക്ടർക്ക് നല്ല ധാരണയുള്ളതുകൊണ്ട്. അതിൽ 2 എണ്ണം ഡോക്ടർക്ക് വേണ്ടിയായുണ്ട്. ആ കേസ് ഈ ജന്മം പിടിക്കപ്പെടില്ല എന്ന് ഡോക്ടർക്ക് ഉറപ്പുള്ളതുകൊണ്ട്. അല്ലാതെ എന്നോടുള്ള സ്നേഹക്കൂടുതലുകൊണ്ടൊന്നും അല്ലല്ലോ ഈ ഓഫർ വെച്ചത്. അപ്പൊ പിന്നെ മിണ്ടാതെ കണ്ടുകൊണ്ട് നിന്നോണം. കാര്യം ഞാൻ ചെയ്തു കഴിയുമ്പോ പറഞ്ഞ കാശ് എണ്ണി തന്നിട്ട് കണ്ണും പൂട്ടി വിട്ടോണം. കൊലപാതകം നടത്താൻ ഏത് പൊട്ടനും പറ്റും. അതിനെ ആവേശം മാത്രം മതി. പക്ഷേ തെളിവുകളില്ലാതെ അത് ചെയ്യാൻ കുറുക്കന്റെ ബുദ്ധി വേണം, കഴുകന്റെ നിരീക്ഷണം വേണം, കാക്കയുടെ കൗശലം വേണം. ഏതായാലും അവന്റെ കൂടെയുണ്ട് ഞാൻ. ഏത് നിമിഷവും പെയ്തു വീണേക്കാവുന്ന മരണത്തിന്റെ ബ്രാൻഡ് അംബാസഡറായി.